100 കോടി ക്ലബ്ബ്, 150 കോടി ക്ലബ്ബ്, 200 കോടി ക്ലബ്ബ്. ഇപ്പോഴാണ് ഈ ക്ലബ്ബുകളൊക്കെ നമ്മൾ കേട്ടു തുടങ്ങുന്നത്. അല്ലെങ്കിൽ ക്ലബ്ബും ഇല്ല, ഒരു മണ്ണാങ്കട്ടി വലിയൊരു തേങ്ങയുമില്ല. ഇപ്പോൾ ഒക്കെ പടം റിലീസായി കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം പറയും 50 കോടിയിൽ കയറി, ഒരു 2 ദിവസം കഴിഞ്ഞാൽ പറയും 100 കോടിയിൽ കയറി, അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാൽ മതി അത് 200 കോടി, ഇപ്പോൾ 500 കോടിയിൽ കയറി എന്ന് പറയണത് ദൃശ്യം 3. PR ടീം തള്ളണ തള്ള്. പക്ഷേ കളക്ഷൻ വന്ന പടങ്ങളൊക്കെ നല്ല പടമാവണമെന്നില്ലല്ലോ. ആട് 3 നല്ല പടമാണോ? അല്ല, നല്ല കളക്ഷൻ വന്ന പടമാണ്. വാഴ 2 നല്ല പടമാണോ? അല്ല, ആൾക്കാർ കയറിയല്ലോ. അത്രേ ഉള്ളോ. നല്ല പടം ആവാണ്ടും ആൾക്കാർ കയറി കാണുന്നു. അതിന് വേറൊരു കാരണമുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇതുവരെ നമ്മുടെ ദൃശ്യം എന്ന് പറഞ്ഞൊരു ബാനർ, ഒരു ബ്രാൻഡഡ്, നമ്മളിപ്പോൾ ഫിലിപ്സിൻ്റെ ഒരു ബൾബ് മേടിക്കുമ്പോൾ നമുക്ക് ഒരു ആത്മവിശ്വാസമുണ്ട്. അത് ചൈനയിൽ ഉണ്ടാക്കിയാലും കുഴപ്പമില്ല, കാസർഗോഡ് ഉണ്ടാക്കിയാലും കുഴപ്പമില്ല. ആ ഒരു ബ്രാൻഡഡിന് നമ്മൾ കാശ് കൊടുക്കുന്നത്. അപ്പോൾ അതേപോലെ ഒരു ബ്രാൻഡഡാണ് ദൃശ്യം. അപ്പോൾ അതിന് വരുമ്പോൾ ആൾക്കാർ ഒന്ന് മോശമായാലും മോശം ആൾക്കാർ പറഞ്ഞാലും ഒന്ന് കയറി കാണാം എന്ന് കരുതും. അത്രയേ ഉള്ളൂ. ഇതിൽ വലിയൊരു ചുക്കും ചുണ്ണാമ്പൊന്നുമില്ല. പക്ഷേ നമുക്ക് ഇതിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൃശ്യം 3 റിലീസ് ചെയ്യുന്ന സമയത്ത് ഒരു മലയാള സിനിമ പോലും റിലീസ് ചെയ്യാനായിട്ട് സമ്മതിച്ചിട്ടില്ല. അതേപോലെ തന്നെ അന്യഭാഷാ സിനിമകൾ ഇങ്ങോട്ടും കടത്തിയിട്ടില്ല. അങ്ങനെ എല്ലാം ബ്ലോക്ക് ചെയ്ത് നിൽക്കുന്ന എല്ലാ തിയേറ്ററുകളിലും ദൃശ്യം തന്നെ കളിക്കണം. ഒരു ടൗണിൽ 5 തിയേറ്ററിനെങ്കിൽ 5 തിയേറ്ററിലും ദൃശ്യം. അപ്പോൾ കേരളത്തിൽ തന്നെ എത്ര ഷോ കളിക്കണമെന്ന് നോക്കിയേക്ക്. പിന്നെ ഫെസ്റ്റിവൽ സീസണാണ്, സ്കൂൾ തുറക്കാൻ പോകുന്നത്, അതുപോലെ തന്നെ പെരുന്നാൾ, അതുപോലെ തന്നെ എല്ലാം ഒഴിവുള്ള ദിവസങ്ങൾ പടത്തിന് ആൾ കയറി, കളക്ഷൻ കിട്ടി എന്ന് വിചാരിച്ച് എത്ര നാൾ കഴിഞ്ഞാലും ദൃശ്യം 3 ഒരു 4ാം കിട കൂതറ പടമെന്ന് ഞാൻ പറയും. ഇപ്പോൾ ഇതിലത്തെ ഒരു കാര്യം പറയുന്നപ്പോൾ എല്ലാവരും ട്രോളിന് മുഴുവൻ ആ കാര്യം പറഞ്ഞുകൊണ്ടാണ്. ഇവിടെ ജിത്തു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണില്ലേ ഈ ട്രോള് കേട്ടിട്ട്. ഇയാൾക്ക് അതിന് മുമ്പ് തന്നെ വിവരമില്ല. അയാൾക്ക് മുമ്പ് ഇറങ്ങിയ പടം വലതുവശത്തെ കള്ളനാ, അപ്പോൾ വലതുവശത്തെ കുള്ളനാന്ന് പറഞ്ഞൊരു പടം വന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇയാൾക്ക് യാതൊരു വിവരമില്ല എന്നുള്ളത്. അതേപോലെ തന്നെ ഈ സിനിമയും കാട്ടി വെച്ച് വെക്കുന്നത് എന്തെങ്കിലുമൊക്കെ എഴുതി വയ്ക്കുക എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. വെറുതെ അല്ല സോഷ്യൽ മീഡിയയിൽ അയാളിട്ട് അലക്കണത്. ജോർജ് കുട്ടിയെ കുടുക്കാനായിട്ട് ശ്രമിക്കുന്ന പത്രപ്രവർത്തക ആരാണ്? യാമി എന്ന് പറയുന്ന ആ പത്രപ്രവർത്തക. ആദ്യ പകുതിയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കഥാപാത്രമാണത്. അത് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ 2ാം പകുതിയിൽ ആ കഥാപാത്രത്തിനെ കാണാനില്ല. കഥാപാത്രം പിന്നെ കണ്ടു, സഹദേവൻ്റെ മകളാണെന്നും പറഞ്ഞുകൊണ്ട് ബക്കറ്റും പിടിച്ച് വരുന്ന ഒരു വരവ് കണ്ടു. അപ്പോൾ അറിയാലോ, എഴുത്തിൽ അത് മറന്നു. ലാലേട്ടനിപ്പോൾ ഈ സിനിമയിൽ വലിയ പ്രകടനമൊന്നും കാണിക്കാനില്ല. അപ്പോൾ അതേപോലെ തന്നെ ലാലേട്ടൻ വന്ന് 4 ഡയലോഗ് സഹദേവനോട് പറയുന്നുണ്ട്, സഹദേവൻ 4 ഡയലോഗ് ലാലേട്ടനോട് പറയുന്നുണ്ട്. അപ്പോൾ വീണ നന്ദകുമാർ എന്ന് പറഞ്ഞ തനി വേസ്റ്റാക്കി ആ കഥാപാത്രത്തെ. വീണ നന്ദകുമാർ ഒരു ബക്കറ്റും പിടിച്ച് പോണ് കണ്ടു. പിന്നെ സെക്കൻഡ് ഹാഫിൽ അതിൻ്റെ പൊടി പോലും കണ്ടില്ല. എന്താണെന്നുള്ളത് ഇനി ജിത്തുവിന് മാത്രം അറിയുള്ളൂ. അപ്പോൾ ഈ സീരിയലിൽ തന്നെ ഈ സീരിയൽ സിനിമയിൽ തന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ ലാലേട്ടൻ്റെ ഏറ്റവും വലിയ അടുത്ത ഒരു കൂട്ടുകാരനാണ് ഒരു എല്ല് സൂക്ഷിക്കുന്ന സ്ഥലത്തെ ഒരു സുഹൃത്ത്. ആ എല്ല് സൂക്ഷിച്ച് എന്തുണ്ടായി, അവൻ്റെ പണിയും പോയി, അവൻ്റെ 2 കുട്ടികളും വഴിയാധാരായി, അവൻ്റെ ഭാര്യയും വഴിയാധാരായി. അപ്പോൾ പിന്നെ എന്തുണ്ടായി, ലാലേട്ടൻ്റെ മകളെ അവന് സിനിമ പിടിച്ചപ്പോൾ ഒരു പോലീസിൻ്റെ വേഷം കൊടുത്തു. പിന്നെ മൂപ്പരുടെ ഉദ്ദേശം എന്താണ്, ലാലേട്ടൻ്റെ മകളുടെ കല്യാണം മുടക്കാനായിട്ട് മൂപ്പരോട് കച്ച കെട്ടി ഇറങ്ങി വെക്കുക, സഹദേവനും കൂട്ടുപിടിച്ചുകൊണ്ട്. ലാസ്റ്റ് ഇന്ന ആളാണ് ഈ ഫോണൊക്കെ ചെയ്യണമെന്ന് തിരിച്ചറിഞ്ഞ ജോർജ് കുട്ടി തീയായിട്ട് ഒരു ചെല്ലലുണ്ട് അവൻ്റെ വീട്ടിലേക്ക്. ചെന്ന് നോക്കിയപ്പോൾ എന്താണ്, അവൻ്റെ ഭാര്യയുടെ കയ്യിൽ നിന്ന് 4 വളിച്ച തെറിങ് കേട്ടപ്പോൾ മൂപ്പർക്ക് സമാധാനമായി. മൂപ്പര് വേഗം അവിടെ നിന്ന് തിരിച്ചു പോന്നു. അപ്പോൾ ഒരു നമ്മുടെ കുഴിവെട്ടുകാരൻ എന്തുണ്ടായി, കുഴിവെട്ടുകാരന് സ്ഥലം മേടിച്ചു കൊടുക്കണം, പുതിയ വീട് പണിത് കൊടുക്കണത്, മകളെ നേഴ്സിംഗ് പഠിപ്പിക്കുന്നു, അത് കഴിഞ്ഞ് വിദേശത്തേക്ക് അയക്കുന്നു, ഇനി കല്യാണം കഴിച്ചു കൊടുക്കുന്നത്, ഇതൊക്കെ ചെയ്ത ജോർജ് കുട്ടി ഈ പാവം എല്ല് മാറ്റി വെച്ചിട്ട് അങ്ങനെ ഒരു സഹായം ചെയ്തു തന്നാൽ അതിൻ്റെ ജോലിയും പോയിട്ട് അവൻ്റെ കുടുംബത്തിലേക്ക് എൻ്റെ ജോർജ് കുട്ടി തിരിഞ്ഞു നോക്കാഞ്ഞ് അതും ജിത്തു മറന്നു. ഇപ്പം അതിനേക്കാളും വലിയ രസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാട്ടാളൻ സിനിമ നല്ല രീതിയിൽ പോകുന്ന ഒരു സിനിമയാണ്. ഇപ്പോൾ
സീരിയൽ സിനിമക്കാരെന്തുണ്ടാ കാട്ടാളനെ കൊണ്ടുവന്നിട്ട് കാട്ടാളൻ സിനിമേനെ കൊണ്ടുവന്നിട്ട് വളരെ മോശം റിവ്യൂ പറഞ്ഞ് കാട്ടാളനെ മോശം സിനിമയാക്കി മാറ്റിക്കൊണ്ടിരിക്കുക. ദൃശ്യം 3 ആണ് ഇപ്പോൾ ഏറ്റവും വലിയ മഹത്തായ സിനിമ. ഇനി ഓസ്കാർ അവാർഡിന് പോകാനുള്ളൊരു സിനിമയത്. അപ്പോൾ അതിനെ തരം താഴ്ത്താനും അതിനെ ഇടിച്ചു താഴ്ത്താനും ഇപ്പോൾ ദൃശ്യത്തിൻ്റെ PR ടീം ഇറങ്ങിയിരിക്കുക. വ്യാജ അക്കൗണ്ടുകൾ ഫേസ്ബുക്കിൽ ഉണ്ടാക്കിക്കൊണ്ട് അതിന് വളരെ മോശം ഇമേജ് ഉണ്ടാക്കി ഈ പടത്തിനെ കെട്ടിക്കാനുള്ള ഒരു തനി നാറിയ കളിയാണ് ഇപ്പോൾ ദൃശ്യം ടീമിൻ്റെ PR കളിക്കുന്നത്. ഇതൊക്കെ സിനിമയ്ക്ക് ഒരുപാട് ദോഷം ചെയ്യും. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു നല്ലൊരു സിനിമയിൽ അഭിനയിച്ചു. അങ്ങനെ ഒരു നമുക്ക് കാണാൻ കൊള്ളാവുന്ന ഒരു സിനിമ തന്നെയാണ് കാട്ടാളൻ. നല്ല എൻ്റർടൈൻമെൻറ്റുള്ള സിനിമയാണ്. നല്ല ഇംഗ്ലീഷ് സിനിമേനെ വെല്ലുന്ന ഫോട്ടോഗ്രാഫിനത്. അതേപോലത്തെ ലൊക്കേഷൻസുകൾ ശ്രീലങ്കയിലും തായ്ലാൻഡിലൊക്കെ പോയി ഷൂട്ട് ചെയ്തുള്ളൊരു പടമാണ്. നല്ല അസൽ വില്ലന്മാരെ കൊണ്ടുവന്നിട്ട് അഭിനയിപ്പിച്ച പടം. അത് നല്ല രീതിയിൽ പോണത് ഇപ്പോൾ ദൃശ്യം 3 PR ടീമിന് നടക്കില്ല. മോഹൻലാൽ പിന്നെ അവന് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങേര് ഇതിലൊന്നും ഇടപെടാറില്ല. അങ്ങേര് ഒരു സിനിമ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങേര് അഭിനയിച്ച് കഴിഞ്ഞ് എല്ലാ വർക്കും കഴിഞ്ഞ പിന്നെ മൂപ്പര സിനിമയ്ക്ക് കളക്ഷൻ കിട്ടിയോ ഇല്ലയോ എന്നൊന്നും മൂപ്പര അന്വേഷിക്കാറില്ല. കാരണം എന്താ വെച്ചാൽ മൂപ്പര പൊളിഞ്ഞ പടായാലും മൂപ്പര അന്വേഷിക്കാറില്ല. അതൊക്കെ ആ സിനിമയുടെ വിധി പോലെ വരും എന്ന് പറഞ്ഞ് ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് നമ്മൾ വിഷുവിനൊക്കെ അദ്ദേഹം ഇൻ്റർവ്യൂ എടുത്ത് പറഞ്ഞില്ലേ, പാട്രിയേറ്റ് നന്നാവോ എന്ന് ചോദിച്ചപ്പോൾ അത് നമ്മുടെ പണി കഴിഞ്ഞു, ഇനിയിപ്പോൾ നന്നാവോ ഇല്ല എന്നുള്ളത് ജനങ്ങളുടെ കയ്യില്ല. ഞാൻ നന്നാവൊന്നും പറയണില്ല, മോശമാവൊന്നും പറയില്ല, എൻ്റെ ജോലി കഴിഞ്ഞു, ഞാൻ അടുത്ത പടത്തിൻ്റെ തിരക്കിൽ നിൽക്കാമെന്ന് പറഞ്ഞ് മൂപ്പര ഓരോ പടങ്ങളും ഒരു വിജയമോ പരാജയമോ ഒന്നും ലാലേണ്ണെ ബാധിക്കില്ല. അങ്ങനെ ആയിരിക്കണം നടൻ. നമ്മൾ വിജയിച്ചു എന്ന് പറഞ്ഞിട്ട് അമിത ആഹ്ലാദിക്കാനും അതുപോലെ തന്നെ അഹങ്കരിക്കാനും നിൽക്കാറില്ല എന്ന് വിചാരിച്ചപ്പോൾ നമ്മുടെ അറബിക്കടലിലെ സിംഹം 8-16 നിലയിൽ പൊട്ടി. അതുപോലെ തന്നെ മലയക്കാട്ട വാലിബൻ 8 നിലയും 16 നിലയിൽ പൊട്ടി. ആ പടം പൊളിഞ്ഞാലും മൂപ്പര അന്വേഷിക്കാറില്ല. ഇനിയിപ്പോൾ 200 അല്ല 500 കോടി ക്ലബ്ബിൽ കയറി അതുപോലെ കളിക്കാൻ വെച്ചാലും മൂപ്പര അന്വേഷിക്കാറില്ല. മൂപ്പര് ജോലിയായിട്ട് മൂപ്പര് മുന്നോട്ട് പോകും. അതുപോലെ തന്നെ മക്കളെയും മൂപ്പര് അമിതമായിട്ട് സ്നേഹിക്കാറുമില്ല, അമിതമായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കാറുമില്ല. മൂപ്പരെന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ മകളാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവളുടെ കഴിവ് തെളിയിക്കേണ്ടത് അവളാണ്, അല്ലാണ്ട് ഞാനല്ല. അതേപോലെ പ്രണവും പറയുന്നത് എന്താണ്, പ്രണവിനെ പറ്റി ചോദിച്ചപ്പോൾ ലാലേട്ടൻ പറഞ്ഞതാണ് അവൻ്റെ ഒരു സിനിമയിൽ അഭിനയിക്കാണ്ടിരിക്കാൻ എന്താ വഴിയെന്ന് ആലോചിച്ച് നടക്കുന്ന ആളാണ് അദ്ദേഹം. അപ്പോൾ സിനിമയിൽ അഭിനയിക്കാൻ ഒട്ടും താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് സിനിമയിൽ അഭിനയിച്ച് പബ്ലിക് മൂപ്പരെ കൂടുതൽ അറിയണത് മൂപ്പരെ ഈ യാത്രയിൽ വളരെയധികം തടസ്സം ചെയ്യും. അങ്ങേർക്ക് ആളുടെ ചിന്തപ്പാട് മുഴുവൻ യാത്ര ചെയ്യുക എന്നുള്ളതാണ്. ലാലേട്ടൻ സിനിമയിൽ വരുന്ന കാലത്ത് മൂപ്പര് ആലോചിച്ചതാണ് ഇങ്ങനെ ടൂർ നടക്കുക എന്നുള്ളത്. അത് മൂപ്പർക്ക് നടന്നില്ല. അത് മൂപ്പരം മകൻ നടത്തണം, അതിൽ മൂപ്പർക്കും സന്തോഷമാണ്. അപ്പോൾ അതുകൊണ്ട് ദൃശ്യം പടം വളരെ മോശമായതുകൊണ്ട് ലാലേട്ടൻ ഒരിക്കലും ഇങ്ങനെ വേറൊരു പടത്തിനെ അടിച്ചു താത്താനോ വേറെ പടത്തിനെ മോശക്കാരാക്കിയിട്ട് ഇത് വളർത്താനൊന്നും ലാലേട്ടൻ കൂട്ടുന്നില്ല. ഇതൊക്കെ ചെയ്യുന്നത് PR-കാരാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ സിനിമയും നമുക്ക് ആവശ്യമാണ്. നല്ല സിനിമയും മോശം സിനിമയും നമുക്ക് ആവശ്യമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്കിവിടെ നിർത്താം.